റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഏറ്റവും പുണ്യമേറിയ മഹത്വമേറിയ വിശുദ്ധമായ ലൈലത്തുൻ നൂറിന്റെ രാവിലെ അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണ്. ഞങ്ങളെ ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ റഹ്മത്തുല്ലിൽ ആലമീനായ താജുദാറെ മദീന നൂറെ മുജസ്സം സയ്യിദുനാ വ ഹബീബുനാ ومنجينا وهادينا وقرة أعيننا وقطعة كبدنا محمد المصطفى صلى الله عليه وآله وسلم. അവിടുത്തെ പരിശുദ്ധമായ ഹളറത്തിൽ വന്ന്, അവിടുത്തെ ദർബാറിൽ വന്ന് അല്ലാഹുവേ, അവിടുത്തെ പരിശുദ്ധമായ മദ്ഹുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവേ, ഞങ്ങൾ കരങ്ങളാണ്. ഞങ്ങൾ എത്ര വലിയ പാപികളും ദോഷികളും വിവരമില്ലാത്തവരും അറിവില്ലാത്തവരും ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളും തെറ്റുകാരും ഒക്കെയാണെങ്കിലും അല്ലാഹുവേ, ഞങ്ങൾ കൈകൾ നീട്ടുന്നത്, ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സകലതും ഈ ആകാശവും ഈ ഭൂമിയും അതിൻ്റെ അപ്പുറമുള്ള എല്ലാ അണ്ഡകടാഹങ്ങളും എല്ലാം സൃഷ്ടിക്കാൻ കാരണക്കാരരായ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഹളറത്തിലാണ്. എവിടെയൊക്കെ നിന്നെ നീ പരിചയപ്പെടുത്തുന്നുവോ അവിടെയൊക്കെ നീ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ്. അല്ലാഹു, എവിടെയൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞുവോ അവിടെയെല്ലാം ഒരു ആയിനിങ്ങളുടെ ആയിനിലോ, ഒരു മുഫ്തിനീങ്ങളുടെ ഫിത്നയിലോ, ഒരു ഹാസിദീങ്ങളുടെ ഹസദിലോ, ഒരു ബലാ മുസീബത്തുകളിലോ ഞങ്ങൾ ഒരാളെയും നീ പെടുത്തല്ലേ റഹ്മാനെ. സർവസാഹിര്യങ്ങളുടെ സിഹറും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. സർവഹാസിദീങ്ങളുടെ ഹസദും മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ റഹ്മാനെ. സർവ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളും ചതിയന്മാരുടെ ചതികളും വഞ്ചകന്മാരുടെ വഞ്ചനകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മുതൽ അടുത്ത റബീഉൽ അവ്വൽ വരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരുപാട് വലിയ ഖൈറായ കാര്യങ്ങളുണ്ട്. എല്ലാം നിനക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഞങ്ങൾക്ക് ഇതിനെല്ലാം അവസരം ഒരുക്കി തരുന്നവരും എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ റബ്ബേ. അടുത്ത റബീഉൽ അവ്വലിൽ ഇവിടെ വന്ന് ആ സന്തോഷം മനസ്സറിഞ്ഞ് പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയത് മുഴുവനും അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. അബൂബക്കർ ഹാജിയുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അല്ലാഹ്, അങ്ങനെ സാധുവാ എൻ്റെ ഉപ്പയും എൻ്റെ സഹോദരിയും ഈ സദസ്സിൽ ആരെല്ലാം മരണപ്പെട്ട് ഖബറിലുണ്ടോ അല്ലാഹുവേ, അവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. ഖബറിലേക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് മദീനയിലെത്തി, മദീനയിൽ വെച്ച് മരണപ്പെട്ട് ജന്നത്തുൽ ബഖീഇൽ ഞങ്ങൾക്കൊരിടം തരണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്, നല്ല മക്കളാക്കണേ റബ്ബേ. അവരുടെ ഖൈറായ ഉയർച്ച കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്.
ഒരിക്കൽ പോലും അവര് കാരണം ഞങ്ങളോ ഞങ്ങള് കാരണം അവരോ വേറൊരാളുടെ മുന്നിലും നാണം കെടേണ്ടി വരുന്ന ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ, അതവുള്ള മക്കളാക്കണേ അല്ലാ, ദുനിയാവിൽ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. അനസ് മോനും ഹനാന മോൾക്കും അല്ലാഹുവേ അങ്ങനെ എല്ലാ ഞങ്ങളെ മക്കളെല്ലാം മക്കളെയും നല്ല മക്കളാക്കണേ റഹ്മാനെ. നല്ല ഭാവി നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, അടുത്ത റബീഉൽ അവ്വലിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ പറയാനും നല്ല റാഹത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടാനും മദ്ഹ് ചൊല്ലാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഈ റബീഉൽ അവ്വലിന്റെ ഈ ലൈലത്തുൻ നൂറിന്റെ ഈ രാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ലൈലത്തുൻ നൂറാക്കല്ലേ അല്ലാ. അവസാനത്തെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന രാവാക്കല്ലേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.